ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ 3 തരം ചോക്ലേറ്റ് കോമ്പൗണ്ടുകൾ ആവശ്യമാണ്. ഡാർക്ക് കോമ്പൗണ്ട്, അതുപോലെ മിൽക്ക് കോമ്പൗണ്ട്, വൈറ്റ് കോമ്പൗണ്ട്. ഞാനിവിടെ മെലോയുടെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിനെ ചെറുതായി കട്ട് ചെയ്ത് ഓരോരോ കപ്പ് വീതം അളന്നെടുക്കാം. 240 ml കപ്പിലാണ് ഞാനിവിടെ ചോക്ലേറ്റ് അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനെ നന്നായി തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു വലിയ ബൗൾ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അളന്ന് വെച്ച മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ടും നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഇളക്കാതെ ഒരു 3-4 മിനിറ്റ് വെക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ച് ഈ ചോക്ലേറ്റിനെ മെല്ലെ മെല്ലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിനെ ഈ പാത്രത്തിൻ്റെ മുകളിൽ നിന്നും മാറ്റി വെക്കാവുന്നതാണ്. ഇനി ആ വെള്ളം ഒന്നുകൂടെ നന്നായി തിളപ്പിക്കുക. അതിന് ശേഷം മറ്റൊരു ബൗൾ വെച്ച് അതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2-3 മിനിറ്റ് ഈ ചോക്ലേറ്റിനെ നമ്മൾ അനക്കാതെ വെക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ച് ഇതിനെ മെല്ലെ മെല്ലെ നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഈ 2 ചോക്ലേറ്റും ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ ഞാനിവിടെ ഇതുപോലത്തെ 2 സിലിക്കൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള മോൾഡ് യൂസ് ചെയ്യാവുന്നതാണ്. സിലിക്കൻ്റെതോ പ്ലാസ്റ്റിക്കിൻ്റെതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ മോൾഡിൽ ആദ്യത്തെ 3 ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ ഞാൻ പകുതി ഭാഗം ചോക്ലേറ്റ് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്ത് ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് നന്നായി ടാപ്പ് ചെയ്ത് മാറ്റി വെക്കുക. അടുത്ത ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം മോൾഡിൻ്റെ പകുതി വശം ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് വേണ്ട എന്നുള്ളവർക്ക് പ്ലെയിൻ ആയിട്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ടാപ്പ് ചെയ്യുക. ശേഷം ബാക്കി വരുന്ന ചോക്ലേറ്റ് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നന്നായി ഇതിനെ ടാപ്പ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് ഈ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുക്കുക. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പതിയെ ഇതിൽ നിന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ചോക്ലേറ്റും നമുക്ക് ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. ഈ ചോക്ലേറ്റിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലത്തെ റാപ്പർ നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചോക്ലേറ്റിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി മടക്കിയെടുക്കുക. ശേഷം നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒരു നൂല് വെച്ച് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചോക്ലേറ്റും ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കാണ്ട് നമുക്ക് ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്